പരിശുദ്ധമായ റമദാൻ എന്നിൽ നിന്ന് വിട പറയുമ്പോൾ എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതായ രീതിയിലാവണം. എന്നിൽ നിന്ന് റമദാനിൽ ചെയ്തിട്ടുള്ള അമലുകളെ സ്വീകരിച്ചുകൊണ്ടാവണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുള്ള ദുആ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ശൈലി എന്താ? 2 മാസം മുമ്പല്ല, റബീഉൽ അവൽ മാസത്തിന്റെ പിറ വരുമ്പോൾ തന്നെ 6 മാസം മുമ്പ് തന്നെ റമദാൻ വരാൻ വേണ്ടി ദുആ ചെയ്യും. റമദാൻ എത്തിക്കണേ അല്ലാഹ്, പരിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് ദുആ ചെയ്യും. റമദാൻ ആവാതെ റമദാനിൽ ഇബാദത്ത് എടുക്കാതെ ഞങ്ങളെ മരിപ്പിക്കരുത് എന്ന് റബീഉൽ അവൽ മാസം വരുമ്പോഴേ ദുആ ചെയ്യും. 6 മാസം മുമ്പ് ദുആ ചെയ്യും. റമദാനിന് 6 മാസം മുമ്പ് റമദാൻ എത്തിക്കാൻ വേണ്ടി ദുആ ചെയ്യും. റമദാൻ കഴിയുമ്പോഴോ പിന്നീടുള്ള 6 മാസം റമദാനിൽ ചെയ്തിട്ടുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. പിന്നീടുള്ള 6 മാസം അതാണ് മുൻഗാമികൾ. പിന്നെ വീണ്ടും 6 മാസം മുമ്പായി, അപ്പൊ വീണ്ടും ദുആ തുടങ്ങാൻ അടുത്ത റമദാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്, അടുത്ത റമദാൻ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യും. ഇത് നിസ്സാര കാര്യമല്ല. റമദാൻ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇദാ ജാഅ റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുലിഖത് അബ്വാബുൻ നാർ വസുഫിദത് الشياطين. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസം സമാഗതമായാൽ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, സ്വർഗ്ഗത്തെ അല്ലാഹു അലങ്കരിക്കുകയാണ്. മാഷാ അല്ലാഹ്, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നിടുകയാണ്. വഗുലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു കൊട്ടിയടയ്ക്കുകയാണ്. വസുഫിദത് الشياطين, വലിയ വലിയ പിശാചുക്കളെ ചങ്ങലയ്ക്ക് ബന്ധിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. പുണ്യങ്ങളുടെ പൂക്കാലമല്ലേ. ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു ഫർദിന്റെ പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലയോ? ഒരു ഫർദ് അനുഷ്ഠിച്ചാൽ 70 ഫർദുകളുടെ മഹത്വം അല്ലാഹു നൽകുകയല്ലയോ? പാപങ്ങളെ പുറപ്പിച്ചെടുക്കാൻ നിദാനമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ. പാപബഹുലമാകുന്ന കരങ്ങളുമായി നടക്കുന്ന മുസ്ലിമത്തെ അല്ലാഹു നിനക്ക് അഫ്വ് ചെയ്യാൻ വേണ്ടി ഇതാ തയ്യാറായി നിലകൊള്ളുകയാണ്. കാരുണ്യം അല്ലാഹു ചൊരിയുന്ന മാസമാണ്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രത്യേകമായി ചോദിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. പാപമോചനം നൽകുന്ന മാസമാണ് റമദാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്റെ പാപങ്ങളകലും നീ പൊറുക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മാസമല്ലയോ പരിശുദ്ധമായ റമദാൻ. നരകത്തിൽ നിന്നും കോടാനുകോടാനു ആളുകളെ അല്ലാഹു മോചിപ്പിക്കുന്ന മാസമാണ് റമദാൻ. അതല്ലേ പരിശുദ്ധ റമദാനിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമദാൻ ഉതഖാ വതുലഖാ വഖുലസാ വഉമനാ മിനൻ നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക وطلقائك وخلصائك وأمنائك من النار. അല്ലാഹുവേ പടച്ചറബ്ബേ, കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ നിന്ന് കോടാനുകോടാനു ജനങ്ങളെ ഈ രാത്രിയിൽ നിന്ന് നീ മോചിപ്പിക്കുന്നവനാണല്ലോ അല്ലാഹ്. നിർഭയത്വം കൊടുക്കുന്നവനാണല്ലോ അല്ലാഹ്. ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമദാൻ. പവിത്രമായ റമദാനിന്റെ എല്ലാ രാത്രിയിലും കോടാനുകോടി ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനായ അല്ലാഹ്. ഇജാ
عطائك وطلقائك وخلصائك وأمنائك من النار. കോടാനുകോടാന് ജനങ്ങളെ നരകത്തിൽ മോചിപ്പിക്കുന്നതായ അല്ലാഹുവേ, പാപികളും ദോഷികളുമായ ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. ഇത് ദുആ ചെയ്യാത്ത മുഅ്മിനില്ല, മുസ്ലിമില്ല. റമളാനിൽ നമ്മൾ തറാവീഹ് നിസ്കരിച്ചതിന് ശേഷം അല്ലാഹുവിലേക്ക് കണ്ടമിടറി ദുആ ചെയ്യാറുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ റമളാൻ നരകീയ മോചനത്തിന്റെ മാസം കൂടിയാണ്. ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ റമളാനിന് വേണ്ടി ഒരുങ്ങണം. അതിനൊരു മുന്നൊരുക്കം വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതെങ്ങനെയാ മുന്നൊരുക്കം വേണ്ടത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ട് രീതിയിലുള്ള മുന്നൊരുക്കം അനിവാര്യമാണ്. ഒന്ന് തഖ്ലിയത്താണ്, മറ്റൊന്ന് തഹ്ലിയത്താണ്. റമളാനിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെ? രണ്ട് രീതിയിൽ. ഒന്ന് തഖ്ലിയത്ത്. എന്താ തഖ്ലിയത്ത് എന്ന് പറഞ്ഞാൽ? ശുചീകരണം വേണം. ശുചീകരണം ഉണ്ടാവണം. റമളാനിന് മുന്നേ നല്ല റാഹത്തായിട്ട് ശുദ്ധികലശം ഉണ്ടാവണം. എന്തിനെ ശുദ്ധീകരിക്കേണ്ടത് പറയാം. രണ്ടാമത്തേത് തഹ്ലിയത്ത്. റമളാനിന് വേണ്ടി അണിഞ്ഞ് ഒരുങ്ങി തയ്യാറാവാം. ഒന്ന് തഖ്ലിയത്ത്, മറ്റൊന്ന് തഹ്ലിയത്ത്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ റമളാൻ കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാനിന് മുമ്പ് രണ്ട് രീതിയിലുള്ളതാകുന്ന പ്രവർത്തനം നമ്മളിൽ വേണം എന്നർത്ഥം. ഒന്നേതാ? തഖ്ലിയത്ത്. അതാദ്യം പഠിക്കാം. എന്താ തഖ്ലിയത്ത്? തഖ്ലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശുചീകരണം എന്നാണ്. അതിപ്പോ ഞങ്ങളെല്ലാം ശുചീകരിച്ച് വീട്ടിലെ പാത്രമൊക്കെ കഴുകി ഉടുപ്പും വസ്ത്രമൊക്കെ കഴുകി റമളാൻ നിസ്കരിക്കാനുള്ളതാകുന്ന സ്ത്രീകളുടെ നിസ്കാര കുപ്പായും മുസല്ലയും തുണിയൊക്കെ കഴുകി എല്ലാം വീടും പരിസരമൊക്കെ കഴുകി വൃത്തിയാക്കി. അത് വേണം, അത് വേണ്ട എന്നല്ല, അത് വേണം. പക്ഷെ ആ ശുദ്ധീകരണം അല്ല പരിശുദ്ധ പ്രവാചകർ സ്വന്തങ്ങളും ഇസ്ലാം വിവക്ഷിക്കുന്നത്. അത് വേണം. വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം റമളാന് മുന്നേ. ഇനി സമയമില്ല, വളരെ കുറഞ്ഞ സമയമുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതോടൊപ്പം തന്നെ നമ്മളിൽ ഉണ്ടാവേണ്ടതായ ശുചീകരണം എന്തൊക്കെയാണ്? ശരിക്കും ശ്രദ്ധിച്ചോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റജബുൽ ലിതത്ഹീരിൽ ബദൻ വശഅബാൻ ലിതത്ഹീരിൽ ഖൽബ് വറമളാൻ ലിതത്ഹീരിർ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ റജബ് മാസം ശരീരത്തെ നന്നാക്കുന്ന മാസമാണ്. വിശുദ്ധമായ റജബ് എന്ന് നബിയുനാ റസൂലുള്ളാഹി ശരീരത്തെ ശുദ്ധീകരണം നടത്തുന്ന മാസമാണ്. ശരീരത്തെ ശുദ്ധം ചെയ്യുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. വശഅബാനു ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ നന്നാക്കുന്ന മാസമാണ് വിശുദ്ധമായ ശഅബാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വറമളാനു ലിതത്ഹീരിർ റൂഹ്, ആത്മാവിനെ ശുദ്ധീകരണം നടത്തേണ്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. റജബ് മുതൽക്കാണല്ലോ റമളാനിന്റെ വിളംബരം. അപ്പൊ അവിടെ മുതൽ നന്നാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കേവലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ ദുആ ചെയ്തുകൊണ്ട് മാത്രമായില്ല. പിന്നെന്ത് വേണം? ശരീരത്തെ നന്നാക്കണം. റജബ് മുതൽ ശഅബാനിലോ ഹൃദയത്തെ നന്നാക്കണം. റമളാനിലോ ആത്മാവിനെ നന്നാക്കണം, നഫ്സിനെ നന്നാക്കണം. ഈ മൂന്ന് നന്നാക്കൽ കൂടി ഉണ്ടാകുമ്പോഴേ ഉള്ളൂ റൂഹിനെ നന്നാക്കണം. ഈ മൂന്ന് നന്നാക്കൽ കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമാകുക. എങ്ങനെയാണ് ഇത് നേടിയെടുക്കാൻ പറ്റുക? റമളാൻ മാസം എന്ന് പറയുന്നത് ഉമ്മത്തിന്റെ മാസമാണല്ലോ. വറമളാനു ശഹ്റു ഉമ്മത്തി ശഫീഉനാ റസൂലുള്ളാഹി.
ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ വാരി വിതറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശ്രേഷ്ഠമായ മാസമാകുന്ന റമദാൻ. ആ റമദാനിൽ നോമ്പ് നോറ്റിട്ടാണ് ആത്മാവിനെ നമ്മൾ നന്നാക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വേറൊരു വിഷയമാണ്, ഇൻഷാ അല്ലാഹ് പറയാം. അതിനു മുമ്പ് നമ്മൾ പഠിക്കണം ശരീരത്തെ നന്നാക്കാനുള്ളതാകുന്ന മാസമാണ് ഏത് മാസം? റജബ് മാസം. എങ്ങനെയാണ് ശരീരത്തെ നന്നാക്കുക? നല്ല ഭക്ഷണം കഴിച്ചിട്ടാണോ? എങ്ങനെയാണ് ശരീരത്തെ നന്നാക്കുന്നത്? പലരും അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോയി രാവിലെ പ്രഭാത സവാരി നടത്തി ശരീരത്തെ ഒന്ന് മെരുക്കിയെടുത്ത് സിസ്ബായ്ക്ക് വരുത്തിയിട്ടാണോ? എങ്ങനെയാണ് ശരീരത്തെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇതൊന്നുമല്ല. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് റജബ് മാസത്തിന്റെ അവസാന വാരത്തിലാണ് നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായത്. മിഅ്റാജ് നടന്നത് ആഴ്ചയിലാണ്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ നിസ്കാരം കറക്റ്റ് ആക്കണം. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തു കുല്ലിഹാ അസ്സലാ. ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? നിസ്കാരമാണ്. നിസ്കാരം വളരെ കറക്റ്റാക്കി പഞ്ച്വാലിറ്റിയോടുകൂടി വളരെ കൃത്യമായി കൊണ്ടുവരേണ്ട മാസമാണ് റജബ് മാസം. റജബ് മുതൽക്കേ ഒരൊറ്റ വഖ്ത് പോലും ജുമുഅ ജമാഅത്തുകൾ പുരുഷന്മാർ കളയാൻ പാടില്ല. എങ്കിലേ റമദാൻ വിജയിക്കൂ. റമദാൻ നമുക്ക് അനുകൂലമാവുള്ളൂ. റമദാനിൽ നമുക്ക് ധാരാളം സുഹൃതങ്ങൾ ചെയ്യണമെങ്കിൽ, റമദാനിൽ ഫർളുകളൊക്കെ ചിട്ടയാക്കണമെങ്കിൽ, റമദാനിൽ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഗൗനിക്കണമെങ്കിൽ നമ്മൾ എവിടുന്നേ തുടങ്ങണം? റജബ് മാസത്തിലെ നിസ്കാരങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. 5 വഖ്ത് പുരുഷന്മാർ ജമാഅത്തായി അവ്വൽ വഖ്ത് നിസ്കരിക്കണം. സ്ത്രീകൾ ബാങ്ക് വിളിച്ചാൽ ഉടനെ വീടിന്റെ അകത്തലങ്ങളിൽ അവ്വൽ വഖ്തിൽ നമസ്കരിക്കുന്ന ശീലം വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ല എങ്കിൽ തീർച്ചയായും നമ്മൾ പുറകോട്ട് പോകും. ഉറപ്പായിട്ട് പുറകോട്ട് പോകും. അപ്പൊ റജബ് മാസം മുതൽ ശരീരത്തെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ ഗൗനിക്കുക എന്നുള്ളതാണ്. ഫർദ് നമസ്കാരം തന്നെ ശ്രദ്ധിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെത്ര വാല് കേട്ടിട്ടും കാര്യമില്ല. ഫർദ് നമസ്കാരം ഗൗനിക്കാത്തവൻ മോമിനേ അല്ല. മോമിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ആകെയുള്ള അടയാളം, അലാമത്ത്, ഐഡന്റിറ്റി നിസ്കാരമാണ്. അല്ലാഹു നിസ്കാരം ഗൗനിക്കുന്ന മോമിനീങ്ങളിൽ നമ്മളെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. നിസ്കാരത്തിൽ നിന്ന് പുറകോട്ട് പോയി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളില്ലയോ, പള്ളിയുടെ പരിസരങ്ങളിൽ താമസിക്കുന്നതായ വിശ്വാസികളില്ലയോ, അവർക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവരെ നിങ്ങൾ നിസ്കരിക്കേണ്ടത് പള്ളിയിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമൻ ജാറുൽ മസ്ജിദി യാ റസൂലല്ലാഹ്. ആരാണ് നബിയേ, ആരാണ് റസൂലേ? പള്ളിയുടെ അയൽവാസി, പള്ളിയുടെ അയൽക്കാരനാരാണ്? പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നവരെന്ന് തങ്ങൾ പറഞ്ഞല്ലോ. അത് ആരാണ് നബിയേ എന്ന് സഹാബത്ത് നബിയോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലദീന യസ്മഊന അന്നിദാ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിന് വരൂ, നിസ്കരിക്കാൻ വരൂ, ജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുഅ്മിനുണ്ടോ, പള്ളിയിലേക്ക് ബാങ്ക് കേൾക്കുന്നതായ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പള്ളിയുടെ അയൽവാസികളാണ്. നിങ്ങൾ പള്ളിയിൽ തന്നെ നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അയൽവാസി എന്ന് പറഞ്ഞാൽ ആരാ? ബാങ്ക് കേൾക്കുന്നവൻ. പള്ളിയുടെ ബാങ്ക് എവിടൊക്കെ കേൾക്കുന്നുണ്ടോ അവരൊക്കെ ആ പള്ളിയിൽ വന്ന് ജമാഅത്തിന് കൂടണം. ഇതാര് പറഞ്ഞതാ? സയ്യിദുനാ റസൂലുള്ളാഹി. വളരെ മനസ്സിലാക്കണം. ചെറിയ കാര്യമല്ല. നിങ്ങൾ നടന്നു വരുന്ന വഴികളും ഓരോ ചൗരടിക്കും പ്രതിഫലമുണ്ട്. قال رسول الله صلى الله عليه وسلم بين رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞുവല്ലോ من تطهر من بيته ثم خرج الى المصلى ليقضي فريضة من فرائض الله كانت خطواته إحداهما تحت خطاياه. ആരെങ്കിലും വീട്ടിൽ നിന്ന് വധുവ ചെയ്ത് പള്ളിയിലേക്ക് നടന്നു വരുന്നതായ മുസ്ലിമുണ്ടോ, മുഅ്മിനുണ്ടോ, അവ പള്ളിയിലേക്ക് നടക്കുന്ന ഒന്നാമത്തെ ചവിട്ട് വെക്കുമ്പോ, ഒന്നാമത്തെ കാൽപാദം വെക്കുമ്പോ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. അടുത്ത കാൽപാദം വെക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ അധ്യാപനമാണ് പഠിക്കണേ. ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് വുളു ചെയ്ത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് നടന്നുകൊണ്ട് ജമാഅത്തിന് പോകുന്ന ചെറുപ്പക്കാരില്ലയോ? മുസ്ലിം സഹോദര, പ്രിയപ്പെട്ട വാപ്പാ, പഠിച്ചു വെക്കണേ. നിനക്ക് ലഭിക്കുന്ന കൂലിയാണ്. ഒന്നാമത്തെ കാൽപാദം വെക്കുമ്പോ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. അടുത്ത ചവിട്ട് വെക്കുമ്പോ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള പദവി ഉയർത്തുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല. അല്ലാഹു കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനൂ സലമ എന്ന് പറയുന്ന ഒരു ഗോത്രക്കാർ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, പള്ളിയുടെ പരിസരത്ത്, മദീന പള്ളിയുടെ ചാരത്ത് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അത് ഞങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ താമസം എങ്ങോട്ട് മാറുക? പള്ളിയുടെ അടുത്തോട്ട് വരും. അപ്പൊ ബാങ്ക് വിളിച്ച വേഗം പള്ളിക്ക്. മറ്റേത് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറങ്ങി നടക്കുകയാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ബാങ്ക് കേട്ടിട്ട് അവിടുന്ന് നടന്ന് ഇവിടെ വരുമ്പോഴാണ് ജമാഅത്ത്. ചിലപ്പോ ജമാഅത്ത് പകുതിയാവും, ചിലപ്പോ നേരത്തെ ഇറങ്ങി നടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറയാ, ഹദീസാണ് ഇത്. ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദി ഫഅറാദ ബനൂ സലമത അൻ യന്തഖിലൂ ഇലാ ഖുർബിൽ മസ്ജിദി. മദീന പള്ളിയുടെ ചാരത്ത് സ്ഥലം ഒഴിവായപ്പോ അവിടേക്ക് വീട് വെക്കാൻ ലക്ഷ്യം വെച്ചതായ ബനൂ സലമ ഗോത്രക്കാരെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, പാടില്ല. നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ താമസിക്കണേ. നിങ്ങളുടെ ഇപ്പോഴുള്ള വീട്ടിൽ തന്നെ നിങ്ങൾ താമസിക്കണേ. അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്ന ഓരോ ചവിട്ടടിക്ക് അല്ലാഹു ദറജ ഉയർത്തുകയാണ് എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ഉറപ്പുവരുത്തിയതാണ്, മനുഷ്യ മാനവ, നീ നടക്കുന്നതും നീ പോകുന്ന വഴികളുമൊക്കെ നിനക്ക് അനുകൂലമായി സാക്ഷിപത്രമാകണോ. നീ നന്മയിലേക്ക് നടക്കണേ. പള്ളിയിലേക്ക് നടക്കുന്ന വഴി നിനക്ക് അനുകൂലമാണ്. നാളെ ആഖിറത്തിൽ സാക്ഷിപത്രമാണ്. അല്ലാഹു രേഖപ്പെടുത്തി വെക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരു കാൽ വെക്കുമ്പോൾ തന്നെ പാപം പൊറുക്കും. അടുത്ത ചവിട്ടടിക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പദവി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെ ക്ലേശം സംസാരമില്ല നിന്നിലേ.
ജനമോകയം വൽഗളിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബറ തന്നെ പിന്നെയും സ്വർഗം കിട്ടിയാ പിന്നെ വേറൊന്നും വേണ്ട. മാഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നസീബാക്കട്ടെ. അപ്പൊ എന്ത് വേണം? പള്ളിയിലേക്ക് തന്നെ പരമാവധി കൃത്യമായി വീട്ടിൽ എടുത്തിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ തന്നെയാണ് പള്ളിയിൽ വുളൂഇനുള്ള വെള്ളമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് യാത്രക്കാരായ ആളുകൾ അവർക്കൊക്കെ ഉപയോഗിക്കാനാ. ഇല്ലെങ്കിൽ വുളൂ ചെയ്ത് വന്നു, അപ്പൊ എന്തായി? വുളൂ മുറിഞ്ഞു പോയി എങ്കിൽ അവനൊന്ന് വുളൂ പുതുക്കാൻ വേണ്ടിയിട്ടാ. ഇത് നമ്മൾ പകുതി ആളുകളും എന്നല്ല 95% ആളുകളും വുളൂ എടുക്കലേ ഇല്ല. എപ്പോഴെടുക്കാം? പള്ളിയിൽ വന്നിട്ട് എന്താ എടുക്കാം. പക്ഷെ ആ വെള്ളത്തിനൊക്കെ കണക്കുണ്ട്. ഫത്ഹുൽ മഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യുസന്നു തസ്ലീസു കുല്ലുൻ മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ. എല്ലാ കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. ശരിക്കും മനസ്സിലാക്കണേ. ഫിഖ്ഹാണ് പറയുന്നത്, കർമ്മശാസ്ത്രം. എല്ലാം വേണമല്ലോ. വാദാവുമ്പോ എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രതിപാദിച്ചു പോകണം. ഇപ്പൊ പറയുന്നത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ, ഉപകാരപ്പെടും. അല്ലാഹു നാഫിയ ഇൽമ നൽകുമാറാവട്ടെ. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യലും. തടവുന്ന അവയവം തല തടവും, ചെവി തടവും, കൈ കഴുകും, മുഖം കഴുകും, കാല് കഴുകും. അപ്പൊ യുസന്നു തസ്ലീസു കുല്ലുൻ മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ. എല്ലാ കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹാ. അതിനേക്കാൾ കൂടുതൽ ഒരൊറ്റ പ്രാവശ്യം വെള്ളം ഉപയോഗിക്കൽ, അമിതമായി ഉപയോഗിക്കൽ കറാഹത്താണ്. എപ്പോ? സ്വന്തം വീട്ടിൽ നമ്മൾ കുഴിച്ചതാകുന്ന കിണറിൽ നിന്ന് മോട്ടോർ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? പൈപ്പ് മുഖേന, മോട്ടോർ മുഖേന വെള്ളം അടിച്ച് കയറ്റി അതിൽ നിന്ന് നമ്മൾ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ ഉപയോഗിക്കുക. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ചതാകുന്ന വെള്ളമാണെങ്കിൽ അത് 4ാമത്തെ വട്ടം ഉപയോഗിക്കൽ തന്നെ കറാഹത്ത്. ശരിക്കും മനസ്സിലാക്കണം. മസ്അലയാണ് ഈ പറഞ്ഞത്. മാമിങ്ങൾ പറയുകയാണ്, ഇതൊന്നും കർമ്മശാസ്ത്ര പണ്ഡിതമാണ്, ശാഫി മദ്ഹബാണ് ഈ പറയുന്നത്. ശരിക്കും മനസ്സിലായിക്കോ. വഹറാമുൻ ഇദാ കാന മുസബ്ബല. 4ാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്ന വെള്ളം പള്ളിയിലേതാകുന്ന വെള്ളമാണ്, പൊതു സ്വത്താണ് എങ്കിൽ 4ാമത്തെ ആ ഉപയോഗം അത് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ ഒളു എടുത്തത് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും. ഒളു എടുത്തത് 4ാമത്തെ വട്ടം ആവശ്യമില്ലാതാണ് എടുക്കുന്നത് എങ്കിൽ അതിലൂടെ നിനക്ക് ശിക്ഷ കിട്ടാൻ കാരണമായി തീരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനി നമ്മൾ പള്ളിയിലേക്ക് പോകാം. പള്ളിയിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ചെയ്യുന്നത്? ഇവിടെ തുറക്കുമ്പോൾ താഴേക്കൂടെ വെള്ളം വരികയാണ്. തജ്രീമിൻ തഹ്തിഹൽ അൻഹാറു എന്ന് ഖുർആനായത്ത് തോന്നുന്നു. താഴേക്കൂടെ വെള്ളം വരിക. മുകളിൽ തിരിച്ചാൽ മതി, താഴേക്കൂടെ വെള്ളം. അതാണ് പരിപാടി. എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. നമ്മുടെ പള്ളികളിലൊക്കെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ എന്താ ചെയ്യാ? ആളുകൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ചെയ്യാം. അതുകൊണ്ട് എന്തായി? കാല് ഇരുന്നിട്ട് വിരലുകൾ ഇടകോർത്ത് കഴുകുന്ന പരിപാടി വിരലുകൾ ഇടകോർത്ത് കഴുകുക ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. ആ പരിപാടിയെ പോയി. അവയവങ്ങൾ തേച്ച് കഴുകുക സുന്നത്ത് പോയി. ചുക്കിച്ചുളുങ്ങിയ ഭാഗങ്ങൾ സൂക്ഷിച്ച് കഴുകുക ആ സുന്നത്തും പോയി. എത്ര സുന്നത്തായി ഇപ്പൊ തന്നെ പോയത്. കരണ്ട് പോകുന്ന പോലെ സുന്നത്ത് പോവാൻ എല്ലാ സുന്നത്തുകളും ഇപ്പൊ എടുത്തെടുത്ത് അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അല്ലേ? സുന്നത്തുകൾ എടുത്തു കളഞ്ഞു. എന്താ സംഭവിച്ചു പോയത്? നമ്മുടെ ഉമ്മത്തിന് ഇരുന്ന് ഒതുവെടുക്കുമ്പോ എന്തായി? ഇരിക്കുമ്പോഴത്തേക്കും ഇടത് കൈകൊണ്ട് റാഹത്തായിട്ട് വിരലുകൾ ഇടകോർത്ത് കഴുകും. ഇന്നത് ചെയ്യുന്നില്ല. ഇന്ന് കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അപ്പൊ സൗകര്യങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കുക. ഇവിടെ തിരിക്കുമ്പോ താഴെ ഷവറിൽ നിന്ന് ചീറ്റുന്ന പോലെ താഴെ കൂടെ വെള്ളം വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. പരിപാലക സമിതി അംഗങ്ങൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഗൗരവത്തോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സൗകര്യങ്ങൾ ചെയ്തോളി, പക്ഷെ അതൊക്കെ ഇസ്ലാമിന് ഘടകവിരുദ്ധമായി പോകരുത്. ശ്രദ്ധിക്കണം.
പിന്നെ പല പള്ളികളിലും തുടക്കത്തിൽ ആദ്യം കയറുന്ന സ്ഥലത്തായിരിക്കും ഈ പറഞ്ഞ സൗകര്യം അകത്ത് ഇരുന്ന് സൗകര്യം ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് പ്രായമായ ആളുകൾക്കൊക്കെ ഒരു സൗകര്യം ചെയ്തതാണ്. ആയിക്കോട്ടെ. പക്ഷെ മൂത്രപ്പരയിൽ ചില മിക്ക പള്ളികളിലും ഇപ്പോൾ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം മിക്ക പള്ളികളിലും കണ്ടുവരുന്നുണ്ട്. ആണുങ്ങൾക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്ന് നീട്ടിപ്പിടിച്ച് റാഹത്തായിട്ട് മൂത്രമൊഴിക്കാം. അതിന് പറ്റുന്ന സൗകര്യത്തിന് നല്ല റാഹത്തുള്ള മൂത്രപ്പര പണിത് വെക്കുക. ആലോചിച്ചു പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ അതല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇവൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നവനായിരിക്കും. നീ ഈ സൗകര്യം ചെയ്തതിന്റെ പേര് അവനിപ്പോ എന്തായി? അവൻ ഈ നിന്ന് മൂത്രമൊഴിക്കാൻ മെനക്കെട്. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ? ഈ സാധനം നീട്ടിപ്പിടിച്ച് മൂത്രമൊഴിക്കും. ഇത് തെറിച്ചിട്ട് ഇതിന്റേതാകുന്ന അംശം ചെയ്തൊക്കെ വസ്ത്രത്തിലോട്ട് ഇങ്ങോട്ട് റിട്ടേൺ വീഴ. ഇതുമായിട്ടാണ് നേരെ വന്ന് ഖത്തീബിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അസ്സലാമു അലൈക്കും. അതോടെ ഏകദേശം തീരുമാനമായി. ഖത്തീബിന്റെ ഡ്രസ്സേലുമായി നാട്ടുകാരുടെ മുഴുവൻ നിസ്കാരവും പോവും. ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ്, ഈ കാണിച്ച ചെയ്തി കാരണമാണ്. അതുകൊണ്ട് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമുള്ള ബാത്റൂമുകളൊന്നും സത്യം പറഞ്ഞാൽ ചെയ്യരുത്. അവനവന് അതുപോലെ ആരോഗ്യസ്ഥിതി ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തോളൂ. പൊതുവായിട്ടുള്ളതിൽ ചെയ്തു വെക്കരുത്. കാരണം ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരെ ഇത് കാണുമ്പോൾ അതിഷ്ടം വരും. പിന്നെ അതിനോട് താല്പര്യവും. ഇന്ന് നിസ്സാരമാക്കാണല്ലോ ഈ മൂത്രമൊക്കെ. ഈ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ ഒരു അനുഭവം, ഒരു ചെറിയ തുള്ളി നമ്മുടെ വസ്ത്രത്തിൽ ധരിച്ചാൽ തീർന്നു. കാരണം നിസ്കരിക്കുമ്പോ എന്തെല്ലാം ശുദ്ധിയാകണം. ശരീരം ശുദ്ധി വേണം, വസ്ത്രം ശുദ്ധി വേണം, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധി വേണം, അവിടെ വിരിച്ചിരിക്കുന്ന മുസല്ല ശുദ്ധി വേണം, ഒക്കെ ശുദ്ധിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് നെജസ് വന്നാൽ പോയി. മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോ സമയത്ത് പാൻസിന്റെ സിപ്പ് മാത്രം തുറന്നു മൂത്രമൊഴിച്ചു. നിന്ന് മൂത്രം ഒഴിക്കുന്നവൻ എങ്ങനെയൊക്കെ ഇനി കാണിച്ചെന്ന് പറഞ്ഞാലും സിപ്പിട്ട് അടയ്ക്കുന്ന സമയത്ത് ഒരു തുള്ളി എന്താവും അവന്റെ ആ വസ്ത്രത്തിലേക്ക് ഒരു തുള്ളി എത്തിയാൽ മതി. നിസ്കാരം പോയി. ഇനി തറാവീഹ് 20 അല്ല 300 റക്അത്ത് നിസ്കരിച്ചെന്ന് പറഞ്ഞാലും നിന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കില്ല. കാരണം നിസ്കാരത്തിൽ എന്ത് നിബന്ധനയാണ്? ഷർത്തുപ്പെട്ടതാണ്, ശുദ്ധി നിർബന്ധമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു ഹദീസ് തന്നെ ഉണ്ടല്ലോ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മദീന പള്ളിയുടെ ജന്നത്തുൽ ബഖീയിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടുപേരെ ഖബറിൽ ശിക്ഷിക്കുകയാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഇന്നഹുമാ ലയുഅദബാനി ഫീ ഖബരിഹിമാ. രണ്ടാളുകൾ അവരുടെ ഖബറിൽ ശിക്ഷിക്കുകയാണ്. സ്വഹാബ, ഖബറിൽ ശിക്ഷയാണ്, ഖബറിൽ അദാബാണ്. ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ ഭൂമിയുടെ പുറത്ത് നിന്നുകൊണ്ട് നോക്കി മനസ്സിലാക്കാൻ സാധിച്ച പ്രവാചകർ ഉള്ളത് കൊണ്ടാണ് ആ ഖബറാളുകളുടെ അവസ്ഥ റസൂലുള്ളാഹി വിശദീകരിക്കുന്നത്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എന്താണ് കാര്യം? റസൂലേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമത്തെ ആള് മൂത്രമൊഴിച്ചാൽ നല്ലതുപോലെ ശുചീകരിക്കാറില്ല, ധൃതി കാണിച്ചു പോകുന്നവനാണ്. അവന്റെ ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് നജസ് പുരളുകയാണ്. അതുമായി നടക്കുന്നവർ, അതുമായി നിസ്കരിക്കുന്നവർ, അവനാണ് ഈ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ ആളോ അവൻ നബീമത്തുമായി നടക്കുന്നവനാണ്, ഏശനിയാണ്. എന്റെ പേരെയാണ് ഖബറിൽ ശിക്ഷിച്ചതായി ഞാൻ കാണുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഈ രീതിയിൽ സമുദായത്തെ ഉത്ബോധനം നടത്തിയെങ്കിൽ ഈ രണ്ട് വിഷയവും ഗൗരവമാണ്. ഖബറിൽ പോയി സുഖമായിട്ട് കിടക്കാൻ പറ്റൂല, അവിടെ പോലും സന്തോഷം കിട്ടൂല. അതുകൊണ്ട് മൂത്രമൊക്കെ ഒഴിച്ചാൽ നല്ല റാഹത്തായിട്ട് വൃത്തിയായിട്ട് കഴിക്കും, ഒരു ധൃതി കാണിക്കണ്ട. അതിനൊരു 2 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. അല്പം പ്രായമായവരൊക്കെ എന്താവും, മൂത്രസഞ്ചിയിൽ നിന്ന് അവന്റെ മൂത്രനാളിയിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി ഒരല്പം ടൈം എടുക്കും. അപ്പൊ ധൃതി പിടിച്ചുകൊണ്ട് പോരണ്ട. അതിനാണ് ഇമാമിങ്ങൾ പറയുന്നത്, 1-2 പ്രവർത്തനങ്ങൾ കൊണ്ട് ആ മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടക്കുന്ന മൂത്രനാളിൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരാൻ എന്ത് ചെയ്യണം? ഇടതുഭാഗത്തേക്ക് ആസ്വദിച്ചിരിക്കുക മാത്രമല്ല, തൊണ്ടയൊന്ന് അനക്കണം. ഈ തൊണ്ടയനക്കിലൂടെ അത് പുറത്തു പോകും. ഇസ്തിബ്റാ എന്നാണ് ഇമാമികൾ അതിനെ പറയാം. അല്ലെങ്കിൽ ചെറുതായിട്ട് എന്ത് ചെയ്യണം? ശരീരത്തിലെ വസ്ത്രത്തിലൊന്നും പുരളാതെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 അടിയൊന്ന് നടക്കണം.
മൂത്രപ്പുരയിൽ തന്നെ. അപ്പൊ അല്പം എന്താ ഉള്ളത് കെട്ടിക്കിടക്കുന്നത് പ്രായമുള്ളവർക്കറിയാം. പക്ഷെ പുതിയ തലമുറ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നമ്മൾ ഈ തൊണ്ടയനക്കൽ ഇപ്പൊ ഇല്ല, ഇതുള്ളത് ഇപ്പൊ തഹിയ്യാത്തിലാണ് ഇമാം ഒരല്പം വൈകി പോയ ഈ തൊണ്ടയനക്കൽ നമ്മൾ അങ്ങോട്ട് വെച്ച് ഈ തൊണ്ടയനക്കൽ എവിടെയാ വേണ്ടത്? മൂത്രപ്പുര വേണ്ട തൊണ്ടയനക്കാണ്. അത് നീ നിസ്കാരത്തിലെടുത്ത്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ നിസ്കാരത്തിൽ തൊണ്ടയനക്കാൻ പറഞ്ഞിട്ടുമില്ല. നമുക്കറിയാത്ത മസലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫിറ്റ് ചെയ്തിരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഇത് നിസ്സാര വിഷയമല്ല എന്നർത്ഥം. നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരല്പം പോലും നജസ് നമ്മുടെ ശരീരത്തിൽ പുരളാൻ പാടില്ല. എപ്പോഴും ഒളു വേണം. ഒളു ചെയ്യേണ്ടത് എപ്പോഴും വീട്ടിൽ നിന്ന് ഒളു എടുക്കണം. അതിന്റെ വെള്ളം ഒരല്പം 1/3 കൂടി പോയാൽ തന്നെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് തന്നെ കറാഹത്താണ്. ഒളുവിന് വേണ്ടി എടുക്കുമ്പോഴാണ് പറയുന്നത്. നിസ്കാരത്തിന് വേണ്ടി എടുത്തതാണ്. പള്ളി വന്നെടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇങ്ങനെ കാല് കഴുകാൻ വേണ്ടി പൈപ്പ് തുറന്നു വെച്ചിട്ട് എത്ര നേരമാണ് കാല് കഴുകുന്നത്? 10 മിനിറ്റ് എടുക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് എടുത്താലും പൈപ്പ് ഓഫ് ചെയ്യൂല. മുഖം കഴുകാൻ ഇങ്ങനെ കോരി അങ്ങ് ഒഴിക്കുക. മാസവരി 500 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 50 രൂപ കൊടുക്കുന്നുണ്ടാവും. ഈ മാസവരിയുടെ കണക്ക് പറഞ്ഞിട്ട് ഈ വെള്ളം മുഴുവൻ കോരി തീർക്കുക. നീ 500 അല്ല 50,000 കൊടുത്തെന്ന് പറഞ്ഞാലും 3-ൽ നിന്ന് 4-ാമത്തെ വെള്ളം ഉപയോഗിക്കൽ ഹറാമാണ്. പൊതുസ്വത്തിൽ നിന്ന് വളരെ ശ്രദ്ധിക്കണം. ഇത് പണ്ഡിതന്മാർ ഐക്യത്തോടുകൂടി പറഞ്ഞ വിഷയമാണ്. ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് റമദാനൊക്കെ വരിക, ചൂട് കാലാണ്, കുറച്ചും കൂടി തണുത്തോട്ടെ എന്ന് കരുതിയിട്ട് വെള്ളം ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. സ്വന്തം വീട്ടിൽ നിന്ന് ഉളവെടുത്ത് വരുന്നവനാണ് കൂലി കൂടുതൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സാന്ദർഭമായി ഒന്ന് ഉണർത്തിയതാണ്. നീ ശ്രദ്ധിക്കാൻ വേണ്ടി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബിസഅദ് വഹുവ യതവല്ലഉ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ട് ഒരു നദിയുടെ തീരത്തിരുന്ന് കൊണ്ട് വുളൂ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിലൂടെ നടന്നു പോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അത്രേ, മസ്സറഫു യാ സഅദ്, മസ്സറഫു യാ സഅദ്, എത്ര വലിയ തൂർത്താണ് സഅദേ നീ നടത്തുന്നത്, ഇത് വലിയ തൂർത്താണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അഫിൽ വുളൂഇ ഇസ്റാഫൻ യാ റസൂലല്ലാഹ്, വുളൂ ചെയ്യുകയാണ് നബിയേ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി വുളൂടെ വെള്ളത്തിൽ ഇസ്റാഫുണ്ടോ, തോർത്തുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം സഅദ്, ഉണ്ട് സഅദേ, വഇൻ കുൻത അലാ നഹരി ജാരിൻ, അതിശക്തമായി നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ വുളൂ എടുക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ഒരല്പം പോലും വെള്ളം മൂന്നിൽ നിന്ന് കൂടുതലായി എടുക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നദിയുടെ തീരത്തിരുന്ന് ഒളുവെടുക്കുക. നല്ല നിറഞ്ഞ് കവിഞ്ഞു വരുന്നതാകുന്ന ജലാശയം, സമുദ്രം, അതിന്റെ അറ്റത്തിരുന്ന് നീ ഒളുവെടുത്താൽ പോലും ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് 4-ാമത്തെ വട്ടം നീ എടുക്കരുത്. അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മുടെ ഉമ്മത്ത് പഠിക്കേണ്ടതാണ്. അര ബക്കറ്റ് വെള്ളം ഒരു സാ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചിരുന്നു. ഹദീസിൽ കാണാം. എത്രയാ? അര ബക്കറ്റ് വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നബി കുളിക്കുന്നതൊക്കെ എപ്പോഴും അങ്ങനെയാണെന്ന് അർത്ഥം. അര ബക്കറ്റ് വെള്ളം നമ്മളെ കൊണ്ട് പറ്റുമോ? പൈപ്പിലൊന്ന് പിടിക്കണം അര ബക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാ? നാളെ മുതൽ ഒന്ന് കുളിച്ചു നോക്കുക. അത് നടക്കില്ല ഉസ്താദേ, ശരീരത്തിലൊന്നും വെള്ളം എത്തൂല. അതൊക്കെ എത്താനുള്ള വകുപ്പ് എന്താന്ന് പറഞ്ഞാല് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നീ കുളിച്ചോണ്ട് നിൽക്കാണ്, അല്ലെങ്കിൽ വാഷ്റൂമിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പൈപ്പിലെ വെള്ളവും തീർന്നു എനക്ക് ഇറങ്ങാനും വല. അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷമാണെങ്കിൽ ഈ അര ബക്കറ്റല്ല 1/4 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നിന്റെ കാര്യം നടക്കും.
നല്ല റാഹത്തായിട്ട് എല്ലാ കാര്യം നടക്കും. ഇത് വെള്ളം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് മനസ്സിലിങ്ങനെ കടക്കുക. അതുകൊണ്ടാണ് ഈ പൈപ്പ് ഇങ്ങനെ തുറന്നു വെക്കുന്നത്. എപ്പോഴും വെള്ളം ഉപയോഗിക്കുമ്പോൾ പൈപ്പ് ബക്കറ്റിൽ പിടിച്ചിട്ട് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ തന്നെ ശരിക്കും നല്ലത്. കാരണം അതിനൊരു അളവുണ്ടാകും, കറക്റ്റ് ഉണ്ടാവും. ഷവറൊക്കെ ആവുമ്പോൾ എന്താവും, ഇഷ്ടംപോലെ വെള്ളം കൂടുതൽ ഉപയോഗിക്കാം. ഒരു സെക്കൻഡിൽ തന്നെ ലിറ്റർ കണക്കിന് വെള്ളം പുറത്തു പോകും. ഓരോ മിനിറ്റിലും ലിറ്റർ കണക്കിന് വെള്ളം നിറപ്പിക്കൊണ്ടിരിക്കും. ഉപയോഗം കൂടുക. പരമാവധി എപ്പോഴും നല്ലത് പൈപ്പ് തുറന്നു വെച്ചാൽ പഴയ രീതിയാണ് എപ്പോഴും നല്ലത്. പൈപ്പ് തുറന്നു വെക്കുക, ബക്കറ്റിൽ വെള്ളം പിടിക്കുക, അതുകൊണ്ട് കുളിക്കുക. കറക്റ്റാണ്. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ റാഹത്തായിട്ട് കുളിക്കാൻ പറ്റും. കുളി എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അത് നല്ല റാഹത്തായിട്ട് നല്ല രീതിയിൽ നോക്കി ഉപയോഗിക്കണമെന്ന് അർത്ഥം. ഇനിയുള്ള കാലം വെള്ളത്തിന് വേണ്ടി യുദ്ധം നടക്കാൻ പോകുന്ന കാലഘട്ടമാണ്. എത്ര ആളുകൾ വെള്ളം കിട്ടാതെ ഒരു നേരത്തേതാകുന്ന കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയ എത്രയോ സാധുക്കളായ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന തൗഫീഖ് വളരെ വലുതാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ വളരെ ഹിസാബ് ഉണ്ടാകും, ആഖിറത്തിലുണ്ടാകും. അതുകൊണ്ട് അതിനൊക്കെ ഒരു കണക്ക് വെക്ക്. ഓവറായിട്ട് ഉപയോഗിക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റ് ഒന്നും ഒരു സദഖ ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാവരും ഒരു സദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സഫ്വാനൊക്കെ എത്തിയിട്ടുണ്ട്. അതാ പിന്നെ പിരിച്ചേക്കാൻ ഹാജിയാർ വന്നു കഴിഞ്ഞാൽ പിരിക്കണം. മിത്തബയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ثانيا ما ثالثا بل ثانيا أما ثالثا لا إله إلا الله. ركعة അല്ലാഹുവേ ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇബാദത്തുകളെ ഖബൂലാക്കണേ അല്ലാഹ്. പോരായ്മകളെ പരിഹരിക്കണേ അല്ലാഹ്. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരുടെ തൊട്ട് അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും നിലനിർത്തണേ അല്ലാഹ്. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ നിസ്കാരം കറക്റ്റ് ആക്കിയിട്ടാണ് റജബ് മാസത്തെ നാം ഗൗനിക്കണം. നിസ്കാരം കറക്റ്റ് ആയിരിക്കണം. നമ്മുടെയൊക്കെ നിസ്കാരം കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കും. തഹജ്ജുദ് നമസ്കാരം എത്ര പേര് ഇപ്പോൾ പതിവാക്കുന്നുണ്ട്? ഒന്ന് കൈയുയർത്തിക്ക്. എത്ര പേര് പതിവാക്കാത്തവർ വെറുതെ കള്ളം പറഞ്ഞ് കൈയുയർത്തണ്ട. വെറുതെ ആഖിറത്തിൽ അടങ്ങേറുണ്ടാവും. ഡെയിലി കറക്റ്റായി നിസ്കരിച്ചു പോരുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഒരു 3-4 പേരുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും അല്ലാഹു കബൂലാക്കട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മളെല്ലാവരും രാവിലെ സുബഹിക്ക് മുമ്പ് നല്ല റാഹത്തായി അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ചിരുന്ന ആളുകൾ എത്ര പേരുണ്ട്? അന്ന് നിസ്കരിച്ചു എത്ര പേരുണ്ട്? നിസ്കരിച്ച ആളുകൾ മുമ്പ് മനസ്സിലായില്ല. നോമ്പ് പിടിക്കാൻ വേണ്ടി രാവിലെ എന്ത് ചെയ്യും? അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമല്ലോ. കഴിച്ചതിന് ശേഷം ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എത്ര പേരുണ്ട്? കൈയുയർത്തി. കഴിഞ്ഞ റമദാൻ എത്ര പേരുണ്ട്? ബാക്കിയുള്ളവർ അപ്പോഴും നിസ്കരിച്ചിട്ടില്ലേ?
തന്നെ അത്താഴം കഴിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റിട്ട് വരത്തില്ലേ? ആ സമയത്ത് സുബഹി നിസ്കരിച്ച എത്ര പേരുണ്ട്? തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ കൈയുയർത്തി. ഇനി അതല്ല വേറെ വല്ലാണോ പറയുന്നത് അറിയാം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. കൈ ഉയർത്താൻ മടിയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ രാവിലെ ഇനി വേറെ വല്ലതും പറയാനാണോ പേടിച്ചിട്ട് ആ നിസ്കരിന്ന് പറഞ്ഞ കൈ ഉയർത്തിയവർക്ക് അള്ളാഹു പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ റമദാനിൽ തുടങ്ങിയ മിക്ക നന്മകളും നമ്മുടെ കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ ഈ റമദാനിൽ മുമ്പ് വരെ ഏതൊക്കെയാ തുടർത്തിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആകെ ഉള്ളത് സുബഹിക്ക് ശേഷം കിടന്ന് ഉറങ്ങാൻ. ബാക്കിയൊക്കെ എടുത്തു പോയി. എല്ലാ നന്മകളും പോയി. തഹജ്ജുദില്ല, ദുഹാ നമസ്കാരമില്ല, വിത്ർ നിസ്കാരമില്ല. വിത്ർ 3 റക്അത്ത് നിസ്കരിച്ചു റമദാനിൽ തറാവീഹിനോടൊപ്പം. അതുണ്ടോ? അതില്ല, അതെടുത്തു പോയി. ദുഹാ നിസ്കരിച്ചിരുന്നു 2 റക്അത്ത് റമദാനിൽ, അതും പോയി. തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു, അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് അതും പോയിട്ടുണ്ട്. ഒരു നന്മയും നമ്മളിലില്ല. ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നമസ്കാരമാണ് തഹജ്ജുദ്. അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതൊക്കെ ഇപ്പോഴേ തുടങ്ങണം, എങ്കിലേ റമദാൻ നമുക്ക് അനുകൂലമാവുള്ളൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞുവല്ലോ, സല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. രാത്രിയിലുള്ള തഹജ്ജുദ് നിങ്ങൾ പതിവാക്കണേ. ജനങ്ങൾ മുഴുവനും ഉറക്കിലേക്ക് പോകുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന ഏതൊരു സഹോദരനോടോ സഹോദരിയോടോ തദ്ഖുലുൽ ജന്നത ബിസലാം, റാഹത്തായി സന്തോഷത്തോടുകൂടി സുരക്ഷിതമായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏതെല്ലാം മുസ്ലിം സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ പരിശുദ്ധമായ നമസ്കാരത്തെ ഗൗനിക്കുന്നവരുണ്ടോ, ഒരു ദിവസം പോലും മുടങ്ങാതെ രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ ആഖിറം രക്ഷയാണ്. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ صدق المرسلون إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة فإذا هم جميع لدينا സൂറത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊതോട് കടന്നു വരുമ്പോ ഭൂമി പിളർന്നുകൊണ്ട് ജനങ്ങളിതാ പുറത്തേക്ക് വരികയാണ്. ഖബറിൽ കിടക്കുന്ന മനുഷ്യനിതാ പുറത്തേക്ക് പുറത്തുള്ളപ്പെടുകയാണ്. അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, അതിലിതാ ബന്ധുവാടിലുള്ളതാകുന്ന സഹോദരങ്ങളുണ്ട്, മുത്തബയിലുള്ള സഹോദരങ്ങളുണ്ട്, പുത്തൂരിലുള്ളവരുണ്ട്, മംഗലാപുരത്തുള്ള സഹോദരങ്ങളുണ്ട്, കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. എല്ലാവരും ഖബറ് പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുമ്പോ അവരിതാ ചോദിക്കുകയാണ്. ആലോ യാ വൈലനാ
മനുഷ്യനിതാ ചോദിക്കുകയാണ് ആരാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന വ്യക്തമായ മറുപടി നൽകുകയാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബ് വാഗ്ദാനം ചെയ്തതാകുന്ന ദിനമാണ് ഈ ദിനം. നന്മകൾ ചെയ്തവരെ, തിന്മകൾ അനുഷ്ഠിച്ചവരെ, നിങ്ങളുടെ നന്മ തിന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ ദിനമെന്ന് അവർക്ക് അറിയിപ്പ് നൽകുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 1,24,000 അമ്പിയാ മുർസലീങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവരെല്ലാവരും പറഞ്ഞതായ ദിനമാണ്. അവരെല്ലാവരും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഈ ഒരു ദിവസത്തെ കുറിച്ചാണ്. وصدق المرسلون إن كانت إلا صيحة واحدة. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ സൂറത്ത് കാഹളത്തിലൂടെ മൂന്നാമത്തെ അട്ടഹാസമാണ്. ആ ഒരൊറ്റ ഒച്ചപ്പാടിലൂടെ ജനങ്ങൾ മുഴുവനും വന്നുകൊണ്ട് മഹ്ശറിൽ ചോദിക്കുന്ന രംഗമാണ്. ഫൈദാഹും ജമീഉൽ ലദൈനാ യാസീനിലൂടെ അല്ലാഹു ആ സംഭവം ലോകരെ പഠിപ്പിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ വിറങ്ങലിച്ചുകൊണ്ട് മുട്ടിൽ കെട്ടിയ നിലയിലായി അല്ലാഹുവിൽ വന്നുകൊണ്ട് നമ്മുടെ ശിരസ്കരായി നിലകൊള്ളുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ തന്നെ ലോകരെ പഠിപ്പിച്ചുവല്ലോ. നബിയേ അന്ന് തങ്ങൾ ജനങ്ങളെ കാണുകയാണ് എങ്കിൽ ഫതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ മുട്ടിൽ കെട്ടിയ നിലയിലായി വിറങ്ങിലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിൽ ജനങ്ങൾ വന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന നബിയെ തങ്ങൾക്ക് കാണാൻ സാധിക്കമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ നിലയിൽ ജനങ്ങളെല്ലാം മഹ്ശറിലേക്ക് എത്തുകയാണ്. യൗമ യഖൂമു വൽ മലായികതു സഫാ لا يتكلمون إلا من أذن له الرحمن وقال صوابا. അല്ലാഹുവിന്റെ സൈന്യമാകുന്ന മലായികത്തുകൾ ഇതാ കടന്നു വരുകയാണ്. ആ സൈന്യത്തിന്റെ എണ്ണം നമുക്ക് തന്നെ അറിയുകയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അല്ലാഹുവിന്റെ സൈന്യമാകുന്ന മലക്കുകളുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ ലോകത്തൊരു സൃഷ്ടിക്കും അറിയില്ല. സൃഷ്ടാവായ ഖാലിഖായ റബ്ബിനെ മാത്രമാണ് അവർ വണങ്ങുക. കോടി മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ മഹ്ശറിലേക്ക് വന്നുകൊണ്ട് ഖിയാമത്ത് നാളിന്റെ സുന്നത്തിൽ സഫ് സഫായി അണിനിരക്കുകയാണ്. അല്ലാഹ് 1,24,000 അമ്പിയാ മുർസലീങ്ങളുടെ പിന്നിലായി അതത് സമുദായക്കാർ കോടി ജനങ്ങൾ മുഴുവനും വരുകയാണ്. ഇന്നുള്ള നിരീശ്വരവാദികൾ മാത്രമല്ല, യുക്തിവാദികൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, അവിശ്വാസികൾ മാത്രമല്ല, ലിബറലിസത്തിന്റെ വക്താക്കൾ മാത്രമല്ല, ഫെമിനിസ്റ്റുകൾ മാത്രമല്ല, എല്ലാ ജനതയും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുകയാണ്. ഒരാൾ പോലും ഒഴിയാത്ത തലമല്ലേ മഹ്ശറ, ഒരാൾ പോലും ഒഴിയാത്ത തലമല്ലേ മഹ്ശറ. എല്ലാവരും പടച്ചറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് പേടിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നു. അല്ലാഹു മലക്കിനോട് പറയുകയാണ്, വിളിക്കടാ വിളിക്കടാ എന്റെ അടിമകളെ വിളിക്കടാ. ഫയുനാദാ മുനാദി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മലക്കിതാ വിളിച്ചു ചോദിക്കുകയാണ്, ഐനല്ലദീന കാനൂ
تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا രാത്രി ഉറങ്ങാതെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ചെയ്തുകൊണ്ട് കിബില നിർണയിച്ച് ആദ്യ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് പതിവാക്കിയിട്ടുള്ള ഏത് മുസ്ലിമാണ് ഏത് മുസ്ലിമസാണ് പണ്ടുവാളിലുള്ള ഏതൊരു സഹോദരനാണ് സഹോദരിയാ ഈ സദസ്സിലുള്ളത് കടന്നു വരാൻ മലക്കുകളിതാ വിളിക്കുകയാണ്. നമ്മൾ കൂടിയതുപോലെ 4-5 പേര് കൂടിയിട്ടുള്ള മജ്‌ലിസല്ല, ആയിരങ്ങൾ ഒരുമിച്ചുള്ള മജ്‌ലിസല്ല, കോടി ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നതായ മഹ്ശറയിൽ അല്ലാഹു മലക്ക് മുഖേന വിളിച്ചു ചോദിക്കുകയാണ് അയ്നല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. രാത്രി ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചതായ ഏതൊരു മുസ്ലിം അല്ലാഹു മലക്ക് മുഖേന ചോദിക്കുന്നു. ചില കൈകൾ ഉയരുകയാണ്. അല്ലാഹുവേ, പാപികളും ദോഷികളുമായ ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ആദരവായ പ്രവാചകൻ പറയുകയാണ് അല്ലാഹു മലക്കുകളെ അവരെ ജനങ്ങൾക്കിടയിൽ മാറ്റി നിർത്തുകയാണ്. അവരെ മാറ്റി നിർത്തിയത് അവരോടായി അല്ലാഹു പറയുമത്രേ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ വാതായനങ്ങൾ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. കടക്കണേ നിങ്ങൾക്ക് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന വിഭാഗമാണ് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസം ഖതീബ് ഉസ്താദ് ഓതുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരത്തിൽ പരിശുദ്ധമായ സൂറത്ത് ഓതുമ്പോൾ അവരുടെ ഹിസാബ് നമ്മുടെ മേലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി എന്നെ വിചാരണ എനിക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ് ചെയ്യുന്ന സഹോദരനിലെയോ സഹോദരിമാരിലെയോ സ്വന്തമായി പ്രാർത്ഥിക്കുന്നതായ മുഅ്മിനത്തുകളിലെയോ ഉമ്മമാരിലെയോ ഈ ദുആ അർത്ഥവത്താകണമെങ്കിൽ ഈ ദുആ നിന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ തഹജ്ജുദ് പതിവാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അവസരം കിട്ടുന്നവരാണ് അവരെന്ന് നബിയോന റസൂലുള്ളാഹി സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. രാത്രി നിസ്കരിക്കണേ, ജനങ്ങൾ മുഴുവനും ഉറക്കിലാണ്. നിങ്ങൾ ഉറക്കം വിളിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അത് കാരണമായി തീരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റും ആർക്കും തഹജ്ജുദ് പതിവാക്കുന്നവർ വേണം. നാളത്തെ മഹ്ശറയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടും വിചാരണ. ഹദീസിലുണ്ട് ആരെങ്കിലും വിചാരണക്കാരെത്താൻ അവൻ ഉറപ്പായും ശിക്ഷിക്കപ്പെടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ എത്തുമ്പോഴേ തന്നെ ഇവരെ വിളിക്കും. നിങ്ങൾ നിൽക്കണ്ട, ഇവിടെ നിൽക്കുന്നത് ആര്? നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച ആളല്ലേ? നിങ്ങൾ വേഗം കയറിക്കോ, സ്വർഗ്ഗത്തിലോട്ട് പോയിക്കോ, വേഗം പോയിക്കോ. മഹ്ശറയിൽ അവർക്ക് ഹിസാബില്ല, വേഗം സ്വർഗ്ഗത്തിലേക്ക്. മാഷാ അല്ലാഹ്. കാരണം എന്താ? രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തെടുത്ത ആളുകളാണ്. ഫുള്ളായിട്ട് വേണ്ട, രാത്രി കുറഞ്ഞ സമയം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചോ. ഇപ്പൊ സുബഹിയുടെ ഭാഗം എത്ര മണിക്കാണ്? സുബഹിയുടെ ഭാഗം എത്ര മണിക്കാണ്? ബാങ്കുവിളി കേൾക്കുന്നില്ല, ഉറങ്ങിപ്പോ. എത്ര മണിക്കാ? 8 മണി. അത് അലാറം വെച്ചേ. എത്ര മണിക്കാ? പറഞ്ഞോളി. ഒരാൾ 5 മണിക്ക്.
5:30 5:35 അല്ലേ? അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ 5:35 അപ്പൊ 5 മണിക്ക് എഴുന്നേറ്റാൽ തന്നെ തഹജ്ജുദ് ഇപ്പൊ കിട്ടും. നല്ല റാഹത്താണ്. 5 മണിക്ക് അലാറം വെച്ച് ഇപ്പൊ തുടങ്ങണം നമ്മൾ. റമദാനിൽ തുടങ്ങിയ അമലായിരുന്നു, അത് മുടങ്ങിപ്പോയി. ഇപ്പൊ ആകെ നമുക്കുള്ളത് റമദാനിൽ തുടങ്ങിയ അമലിൽ ആകെ മിച്ചമുള്ളത് സുബഹി കഴിഞ്ഞിട്ട് എല്ലാവരും ജമാഅത്തായിട്ട് ഉറങ്ങാൻ. വേറെ ഒന്നും ഇപ്പൊ ഇല്ല. അതോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശമാണ് സുബഹി കഴിഞ്ഞിട്ടുള്ള ഉറക്കം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയും. അപ്പൊ മുടങ്ങാതെ നമ്മൾ കൊണ്ടുവരണം തഹജ്ജുദ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ റമദാനിലാകട്ടെ അല്ലാതാകട്ടെ കുറച്ചു നേരം ഖുർആൻ ഓതാം. കുറച്ചു നേരം ഒരു യാസീൻ ഓതിക്കും. നല്ല ബർക്കത്ത്. كان النبي صلى الله عليه وسلم يقرأ سورة ياسين صباحا ومساء. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ സൂറത്ത് നബി തങ്ങൾ ഓതിയിരുന്നു. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ദിവസവും ഓതിയിരുന്നു. അപ്പോൾ ഒരു യാസീൻ ഓതിക്കവിടെ ഇരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാസീൻ ഭയങ്കര ശ്രേഷ്ഠതയുള്ളതാണല്ലോ. ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം അത് യാസീൻ സൂറത്താണ് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ യാസീൻ മുടങ്ങാതെ ഓതാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്രല്ല, ബറാഅത്ത് രാവിലെ 3 യാസീൻ ഓതിയില്ലേ? എന്താ യാസീന്റെ ഗുണം? സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതുന്നു യാസീൻ കൊണ്ട് അത് നിറവേറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് നിയ്യത്ത് വെച്ച് ഓതിയാലും ആ നിയ്യത്ത് ഹാസിലാകും. യാസീൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് യാസീനെ എല്ലാ സ്ഥലത്തും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഒരു യാത്ര പോവാണ്, ഒരു യാസീനോ. ഒരു മരണം നടന്നു, യാസീനോ. കാരണം എന്താ? അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കാന്നുള്ള നിയ്യത്തിൽ കൊടുക്കാൻ. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു ഹദീസാണ്. ശരിക്കും മനസ്സിലാക്കണം. എന്തിനു വേണ്ടി ഓതിയോ അത് ഹാസിലാവും. നബി തങ്ങൾ ഇതേപോലെ പറഞ്ഞത് മറ്റൊരു വസ്തു മാത്രമേ ഉള്ളൂ. ഏതാണത്? സംസം വെള്ളം. മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് കുടിച്ചോ സംസം വെള്ളം കൊണ്ട് ഹാസിലാവും. പരീക്ഷയ്ക്ക് രാവിലെ പോവാ, നിയ്യത്ത് വെച്ചിട്ട് സംസം വെള്ളം കുടിച്ചോ നല്ല ഓർമ്മശക്തി കിട്ടുക. പരീക്ഷയ്ക്ക് നല്ല റാഹത്തായിട്ട് വിജയിക്കണം. സംസം വെള്ളമൊക്കെ വീട്ടിലുള്ള ആളുകൾ അല്ല ഒരു യാസീൻ ഓതിയിട്ട് ഈ യാസീനെ ബർക്കത്തുകൊണ്ട് നല്ല റാഹത്തായി ഓർമ്മശക്തിയോടുകൂടി പരീക്ഷ എഴുതാൻ എനിക്ക് തൗഫീഖ് തരണേ. നിയ്യത്ത് വെച്ചാൽ അത് ഹാസിലാകും, ഉറപ്പാണ്. കാരണം ഇത് പഠിപ്പിച്ചതാരാ? സയ്യിദുനാ റസൂലുള്ളാഹി. ഈ 2 വസ്തുക്കളെ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സംസമാണ്, മറ്റൊന്നേതാ? സൂറത്ത് യാസീൻ. അവർ രാവിലെ ഒരു യാസീനെ ഓതിക്കും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റമദാനിലൊക്കെ في جنات وعيون آخذين ما آتاهم ربهم ووقاهم ربهم عذاب الجحيم كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവർക്ക് അല്ലാഹു സ്വർഗ്ഗീയമാകുന്ന അരുവികളെ സമ്മാനിക്കുമേ, സ്വർഗ്ഗം അല്ലാഹു നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ.
സ്വർഗം കിട്ടാൻ കാരണമായി തീരും. എന്ത് അത്താഴ സമയത്തിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എത്രണ്ണം ചെല്ലണം? ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 എന്താ 100 കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 100 മർറ